പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിലെ അബ്ദുൽ ഖുദ്ദൂസാണ് ചെയർമാൻ. 3 വർഷത്തിനു ശേഷം ചെയർമാൻ സ്ഥാനം ഐ ഗ്രൂപ്പിന് നൽകണമെന്നായിരുന്നു ധാരണ. എന്നാൽ തനിക്കെതിരെ കോൺഗ്രസിൽ നിന്നുള്ളവർ തന്നെ 3 കേസുകൾ നൽകിയിട്ടുണ്ടെന്നും അത് പിൻവലിക്കാതെ രാജിവെക്കില്ലെന്നുമുള്ള നിലപാടിലാണ് ചെയർമാൻ. തുടർന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെങ്കിലും ഖുദ്ദൂസ് രാജിക്ക് തയ്യാറായില്ല. തുടർന്നാണ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കോൺഗ്രസുകാരും UDF-ലെ മറ്റ് കക്ഷികളും ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആകെ 52 കൗൺസിലർമാരിൽ 26 പേരെങ്കിലും എത്തിയാൽ മാത്രമേ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കൂ. BJP-യുടെ കൗൺസിലർമാരും CPM കൗൺസിലർമാരും UDF സ്വതന്ത്രനും വിട്ടുനിന്നതിനാൽ പ്രമേയം ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. ആകെ 24 പേര് മാത്രമാണ് ഇന്ന് ഹാജരായത്. UDF കൊണ്ടുവന്നതല്ല, ചില തൽപര കക്ഷികൾ കൊണ്ടുവന്നതാണ് ഈ അവിശ്വാസ പ്രമേയം. ചിലവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊണ്ടുവന്നതാണ്. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനാൽ UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് ചെയർമാന്റെ കോലം കത്തിച്ചു. നഗരസഭയിൽ ഇപ്പോൾ UDF കക്ഷി നേതാവ് PV രാജേഷാണ്. മിക്ക കൗൺസിൽ യോഗത്തിലും UDF ചെയർമാനെ ഒറ്റപ്പെടുത്തുമ്പോഴും പ്രതിപക്ഷമാണ് ചെയർമാന് പിന്തുണ നൽകുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ചെയർമാനും അബ്ദുൽ ഖുദ്ദൂസാണ്. കലോത്സവം തുടങ്ങും മുമ്പ് തന്നെ ഖുദ്ദൂസിനെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയാൽ കലോത്സവത്തിന്റെ ചെയർമാൻ സ്ഥാനവും നഷ്ടപ്പെടുത്താമെന്നാണ് UDF വിചാരിച്ചത്. മീഡിയ 1, പാലക്കാട്.